ഹാവൽസിന്റെ LED ട്യൂബുകളാണ്. ഇതിന്റെ വയറുകൾ ദ്രവിച്ചു പോകുന്നുണ്ടോ, ഉള്ളിലുള്ള ഇൻസുലേഷൻ ദ്രവിച്ചു പോകുന്നുണ്ട് പലതിന്റെ. അപ്പൊ നമുക്കിത് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഈ സൈഡ് കവറിൽ ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ LED സ്ട്രിപ്പ് നമുക്ക് വലിച്ച് പുറത്തെടുത്തതിന് ശേഷം ഈ വയറാണ് കംപ്ലൈന്റ് ആവുന്നത്. ഇവിടെ നോക്കൂ, ഈ വയർ കണ്ടോ പൊട്ടിപ്പോകുന്നുണ്ടോ? ഈ വയർ ഉള്ളിൽ നിന്ന് ദ്രവിച്ച് പൊട്ടിപ്പോവുകയാണ്. നമുക്കപ്പോൾ ഇത് എങ്ങനെ റിമൂവ് ചെയ്തിട്ട് പുതിയ വയറിൻ്റെ ശ്രമിക്കാം. ഇത് കണ്ടോ വയർ പൊട്ടിപ്പോകുന്നുണ്ടോ? ഇതിനുള്ളിൽ സോൾഡറിങ് എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് കാണിക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണേ. പഴയ വയറിൻ്റെ സ്ട്രിപ്പ് റിമൂവ് ചെയ്ത് അത് ക്ലിയർ ആക്കിയതിന് ശേഷം കണ്ടോ, അത് ഹോൾ കണ്ടോ, വയർ ഇടുന്ന സമയത്ത് ഈ ഹോളിലൂടെ കയറ്റി ഇങ്ങനെ ഇടണം. അത് എന്തിനാണെന്നറിയാവോ? ഇത് ബൈ ചാൻസ് നമ്മൾ ഈ വയർ വലിക്കുന്ന സമയത്ത് ഇത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഊരിപ്പോയാൽ പിന്നെ അത് പണിയാവില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഹോളിലൂടെ വയർ ഇട്ടതിന് ശേഷമാണ് സോൾഡർ ചെയ്തത് കേട്ടോ. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈസി ആയിട്ട് ഇതിനുള്ളിലൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് ഈ ഹോളിലൂടെ തപ്പണ്ടേ, ഹോളിലിടാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് നമ്മൾ സിമ്പിളായി നമുക്ക് ഈ വയറിങ് ഇങ്ങനെ വലിച്ചാൽ മാത്രം മനസ്സിലോ കറക്റ്റായില്ലേ? സംഭവം സെറ്റായി. ഇനി ഇത് ഈ അടപ്പ് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് റെഡി. ഈ സൈഡ് അതുപോലെ സെറ്റായി. ഇനി നമ്മൾ എത്രയാണോ നിങ്ങൾ ആവശ്യം അത്രയും ദൂരം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വയറ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വയറ് കട്ട് ചെയ്യും. ലൈറ്റ് റെഡിയാണ്. ഇനി നമുക്ക് കത്തിച്ച് നോക്കാം കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാതെ. Success.